എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു മീൻകറി ആയാലോ, അതും കുറുകിയ ചാറോടുകൂടി തയ്യാറാക്കി എടുത്തിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി. ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അധികം ദിവസം കേടാകാതെ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാനും സാധിക്കും. ഈ ഒരു രീതി നിങ്ങൾ മീൻകറി തയ്യാറാക്കുകയാണെങ്കിൽ അത് തീരുന്നത് വരെ ഒട്ടും കേടാകാതെ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കുടംപുളിയിട്ട നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു മീൻകറിയാണ്. നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടിട്ട് വന്നാലോ. മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള പുളി ആദ്യമേ നമ്മൾ വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കേണ്ടതാണ്. ഞാനിവിടെ ഒരു വലിയ പീസ് കുടംപുളി തന്നെ എടുത്തിട്ടുണ്ട്. അവ ചെറുതായിട്ടൊന്ന് നുറുക്കിയ ശേഷം ഇളം ചൂടുവെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നത്, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്. ആദ്യം തന്നെ കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ആ പുളിയെല്ലാം വെള്ളത്തിലോട്ട് ഇറങ്ങി വരികയും ചെയ്യും. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയൊന്ന് നോക്കിയാലോ. ഇവിടെ ഞാനൊരു 750 ഗ്രാം മീനിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു കുടം വെളുത്തുള്ളിയുണ്ട്, മീഡിയം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, 1.5 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും, കറിക്ക് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുമാണ് നമ്മൾ പൊടികളായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ജാറിലിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. നമ്മളിവിടെ ചുമന്നുള്ളിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് 3-4 ദിവസം നമ്മളിത് പുറത്ത് വെച്ചാലും കേടാകാതെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ലേശം വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. നമ്മളിങ്ങനെയൊന്ന് അരച്ച് തയ്യാറാക്കി എടുക്കുമ്പോൾ കറി നല്ല കുറുകിയ ചാറോടുകൂടി ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ടേസ്റ്റൊക്കെ നല്ലതുപോലെ മീൻകറിയിലോട്ട് കിട്ടുകയും ചെയ്യും. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ ആ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ലേശം വെള്ളം ചേർത്ത് തന്നെയാണ് അരച്ചെടുത്തേക്കുന്നത്. ഈ ഒരു കൂട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ മീൻകറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ദശയുള്ള 750 ഗ്രാം അളവിൽ മീനാണ് എടുത്തേക്കുന്നത്. ഇന്ന മീനൊന്നുമില്ല, ഏത് മീനിൽ തയ്യാറാക്കി എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മീൻകറിക്ക്. പാനിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അരച്ചെടുത്ത കൂട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി നമ്മൾ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മീൻകറി കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. ഇളക്കി കൊടുത്ത് അതിൻ്റെ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ആദ്യമേ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നില്ല, അതുകൊണ്ട് ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഇവിടെ നമ്മൾ മല്ലിപ്പൊടിയോ ചെറിയുള്ളിയോ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് തയ്യാറാക്കുന്നത്. കുറച്ച് കറി ലീഫും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ തക്കാളിയോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു രീതിയിൽ അരച്ച് തയ്യാറാക്കിയെടുക്കുമ്പോൾ കറിക്ക് നല്ല കുറുകിയ ചാറോടുകൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മസാലക്കൂട്ടൊക്കെ ഇതുപോലെ ഒന്ന് തെന്നി മാറുന്ന പരുവമാകുമ്പോഴാണ് കറക്റ്റായിട്ട് മൂത്തെന്ന് മനസ്സിലാകും. നമ്മൾ ചേർത്ത് കൊടുത്ത ഓയിലൊക്കെ ആ മസാലക്കൂട്ടിലോട്ട് പിടിച്ചിട്ട് പാനിൽ നിന്ന് തെന്നി മാറാനായിട്ട് തുടങ്ങുന്ന ഒരു പരുവമുണ്ടല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പുളിയും ഉപ്പും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, ആ ഒരു കൂട്ടും കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം. പുളി സോക്ക് ചെയ്തപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് സോക്ക് ചെയ്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് പിന്നീട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇവ അതിന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ മീൻ എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും നമ്മൾ വെച്ച് കൊടുക്കണം. ഗ്രേവിയൊക്കെ തിളച്ച് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഒരു കൂട്ട് മൺചട്ടിയിലോട്ട് മാറ്റണം. മൺചട്ടിയിലാണല്ലോ നമ്മൾ മീൻകറിയൊക്കെ സാധാരണ തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. മൺചട്ടിയുടെ താഴോട്ട് ആദ്യം കുറച്ച് കറി ലീഫ് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേവി തയ്യാറാക്കി എടുത്തില്ലേ, അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ ഞാൻ ആദ്യം തന്നെ ഈ മൺചട്ടിയുടെ താഴ്വശത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി മീൻ കഷ്ണങ്ങളെല്ലാം ഈ ഗ്രേവിയിലോട്ട് നമുക്കൊന്ന് നിരത്തി വെക്കാം. മൺചട്ടിയിലോട്ട് നമ്മൾ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു രീതി തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത്. കഷ്ണങ്ങളെല്ലാം ഒന്ന് നിരത്തി വെച്ചിട്ട് ബാക്കിയുള്ളവയും കൂടി ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നും ഒരേ രീതിയിലൊക്കെ മീൻകറി തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെയുള്ള റെസിപ്പി കൂട്ടുകളൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചികരമായിട്ടുള്ളൊരു മീൻകറിയാണ്. നമുക്ക് ചോറിനൊപ്പവും അതുപോലെ തന്നെ കപ്പയ്ക്കൊപ്പവും ഒക്കെ നല്ല അപാര കോമ്പിനേഷൻ തന്നെയാണ്. മീൻ്റെ കഷ്ണങ്ങളെല്ലാം ഒരു 2 ലെയറായിട്ടാണ് അടുക്കി വെച്ചിട്ട് ആ തയ്യാറാക്കിയിരിക്കുന്ന ഗ്രേവി മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ അഡീഷണൽ വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി.
കുറച്ച് കറി ലീഫും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി ലീഫൊക്കെ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് തീ കുറച്ച് വയ്ക്കേണ്ടതുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കുറച്ച് വെച്ചിട്ട് മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയും വേണം. അല്ലാതെ സ്പൂണിട്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുക്കി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നത്. ചെറിയ തീയിൽ വെന്ത് വറ്റി വരുമ്പോഴാണ് ആ കറിക്ക് കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. മീൻകറി തിളച്ച് വറ്റി നല്ല കുറുകിയ ചാറോടുകൂടി തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു 1-2 കാര്യങ്ങളൂടെ ഒന്നിട്ട് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കായത്തിൻ്റെ പൊടി. ഒത്തിരി കൂടി പോകരുത്, ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുക്കാവൂ. നമ്മൾ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തതാണ്, എങ്കിലും അവസാനം ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇവ രണ്ടും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. മൺചട്ടിയിലാകുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെയാണല്ലോ ഇരിക്കുന്നത്. ഇനി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ. കുറച്ച് ഫ്രഷ് കറി ലീഫും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാവൂ. മീൻകറിയൊക്കെ തയ്യാറാക്കി ഉടനെ തന്നെ സെർവ് ചെയ്യല്ലോ. 1-2 മണിക്കൂർ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ കണ്ടോ, കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മീൻകറി തയ്യാറാക്കി എടുത്തിട്ട്. ഈ മീൻകറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി റെസിപ്പിയാണ്. ഇത് നമ്മൾ എത്ര ദിവസം വേണമെങ്കിലും പുറത്ത് വെച്ചാലും കേടാകുകയില്ല. ഓരോ ദിവസവും നമ്മളൊന്ന് ചൂടാക്കി കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഈ മീൻകറിയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് നല്ലതുപോലെ ആറിയതിന് ശേഷം മാത്രമേ അടപ്പ് കൊണ്ട് അടയ്ക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിലുള്ള ഈർപ്പമൊക്കെ വീണിട്ട് മീൻകറി പെട്ടെന്ന് തന്നെ കേടാകും. ചൂടാറിയ ശേഷം മാത്രമേ അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാവൂ. ഇവിടെ ഞാൻ കപ്പയുടെ കൂടെ സെർവ് ചെയ്യാനായിട്ടാണ് ഈ മീൻകറി തയ്യാറാക്കി എടുത്തേക്കുന്നത്. നല്ല വേവിച്ച കപ്പയുടെ കൂടെ ഈ കിടു ടേസ്റ്റായിട്ടുള്ള മീൻകറിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കപ്പയ്ക്ക് മാത്രമല്ല ചോറിനൊപ്പം നമുക്കിത് സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ച ഈ മീൻകറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇനി മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകരുത്. നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വേഗത്തിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.